Hello all, today we are going to discuss Walter's approach. Walter's approach is based on the relevance concept of dividend policy. Dividend policy or dividend decision of a firm എന്ന് പറഞ്ഞാൽ ഒരു ഫേം ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിൽ എത്ര നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അതുപോലെ തന്നെ എത്ര ഫേമിൽ തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് റീറ്റെയിൻ ചെയ്യും എന്നൊരു ഡിസിഷനാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. സോ തിയറി ഓഫ് റെലവൻസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഡിവിഡൻഡ് ഡിസിഷൻ ഫേമിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുമെന്നാണ് തിയറി ഓഫ് റെലവൻസിൽ പറയുന്നത്. കൂടാതെ ഒരു ഹയർ ഡിവിഡൻഡ് പേ ചെയ്യുന്ന ഫേമിൻ്റെ വാല്യൂ ആയിരിക്കും ഒരു ലോവർ ഡിവിഡൻഡ് പേ ചെയ്യുന്ന ഫേമിൻ്റെ വാല്യൂവിനെക്കാളും കൂടുതൽ എന്നാണ് തിയറി ഓഫ് റെലവൻസിൽ പറയുന്നത്. തിയറി ഓഫ് റെലവൻസ് സജസ്റ്റ് ചെയ്ത സ്കൂൾ ഓഫ് തോട്ടിലെ മെയിൻ അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്നത് മൈറൺ ഗോർഡൺ, ജോൺ ലിൻഡർ, ജെയിംസ് വാൾട്ടർ ആൻഡ് റിച്ചാർഡ്സൺ ഇവരൊക്കെയാണ്. സോ തിയറി ഓഫ് റെലവൻസ് ബേസ്ഡ് ആയിട്ട് രണ്ട് അപ്രോച്ചസ് ഉണ്ട്, വാൾട്ടേഴ്സ് അപ്രോച്ചും ഗോർഡൻസ് അപ്രോച്ചും. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാൾട്ടേഴ്സ് അപ്രോച്ചാണ്. സോ വാൾട്ടേഴ്സ് അപ്രോച്ച് സജസ്റ്റ് ചെയ്ത് പ്രൊഫസർ ജെയിംസ് ഇ വാൾട്ടർ ആണ്. ഇൻ ദിസ് അപ്രോച്ച് ഹി ആർഗ്യൂസ് ദാറ്റ് ദ ഡിവിഡൻഡ് ഡിസിഷൻ അഫക്ട്സ് ദ വാല്യൂ ഓഫ് ദി ഫേം. അതായത് ഒരു ഫേം അഡോപ്റ്റ് ചെയ്ത ഡിവിഡൻഡ് ഡിസിഷൻ ആ ഫേമിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുമെന്നാണ് പ്രൊഫസർ വാൾട്ടർ ആർഗ്യൂ ചെയ്യുന്നത്. His approach clearly shows the importance of relationship between the firm's rate of return and its cost of capital in determining the dividend policy that will maximize the wealth of the shareholders. ഈ വാൾട്ടേഴ്സ് അപ്രോച്ചിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ്, അതായത് ഫേമിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ ഓർ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണും അതുപോലെ തന്നെ ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. സോ ഒരു ഫേം അഡോപ്റ്റ് ചെയ്യുന്ന ഡിവിഡൻഡ് പോളിസി എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് എന്നത് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഫേമിൻ്റെ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ആ ഫേമിൻ്റെ റീറ്റെയിൻഡ് ഏർണിങ്സ് വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേൺ ആണ് ഫേമിൻ്റെ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓർ ഫേംസ് റേറ്റ് ഓഫ് റിട്ടേൺ ഓർ ആർ എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേണിനാണ് കോസ്റ്റ് ഓഫ് ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓർ കെ എന്ന് പറയുന്നത്. സോ ആറും കെയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് നോക്കാം. 3 കേസസ് ഉണ്ട്. ഫസ്റ്റ് കേസിൽ ഇഫ് ആർ ഇസ് ഗ്രേറ്റർ ദാൻ കെ, അതായത് ഫേമിൻ്റെ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ കോസ്റ്റ് ഓഫ് ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാളും കൂടുതലാണെങ്കിൽ ആ ഫേംസിനെയാണ് ഗ്രോത്ത് ഫേംസ് എന്ന് പറയുന്നത്. അപ്പം ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ റീറ്റെയിൻഡ് ഏർണിങ്സ് റീഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ആണ് കോസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേണിനെക്കാളും കൂടുതലെങ്കിൽ ആ ഒരു ഫേം കൂടുതലായിട്ട് ഫേമിൽ തന്നെ റീറ്റെയിൻ ചെയ്യാനാണ് നോക്കുക. അപ്പോൾ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, ഈ കേസിൽ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 0 ആയിരിക്കും. ഫേം ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് കംപ്ലീറ്റ്ലി ഫേമിൽ തന്നെ റീറ്റെയിൻ ചെയ്യാനാണ് നോക്കുക. ഒന്നും തന്നെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് പേ ചെയ്യുന്നില്ല. സോ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 0 ആയിരിക്കും. റിട്ടൻഷൻ റേഷ്യോ, അതായത് ഫേമിൽ തന്നെ റീറ്റെയിൻ ചെയ്യുന്ന ആ റേഷ്യോ 100% ആയിരിക്കും ഗ്രോത്ത് ഫേമിൻ്റെ കേസിൽ, അതായത് ആർ ഗ്രേറ്റർ ദാൻ കെ ഈ കേസിൽ. സെക്കൻഡ് കേസ് ഫസ്റ്റ് കേസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, അതായത് ആർ ഇസ് ലെസ് ദാൻ കെ. റീറ്റെയിൻഡ് ഏർണിങ്സ് റീഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ കോസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേണിനെ കാണിയും കുറവാണെങ്കിൽ കൂടുതലായിട്ടും നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് ഓർ ഷെയർ ഹോൾഡേഴ്സിന് ആ ഫേം ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് കംപ്ലീറ്റ്ലി ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് നോക്കുക. സോ ആ ഫേമിനെയാണ് ഡിക്ലൈനിങ് ഫേംസ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 100% ആയിരിക്കും. റിട്ടൻഷൻ ഫേമിൽ ഒന്നും തന്നെ റീറ്റെയിൻ ചെയ്യുന്നില്ല, സോ റിട്ടൻഷൻ റേഷ്യോ 0 ആയിരിക്കും. ഓക്കെ, തേർഡ് കേസാണ് നോർമൽ ഫേം എന്ന് പറയുന്നത്. ഇവിടെ ആർ ഈസ് ഈക്വൽ ടു കെ. ആറും ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ വാല്യൂ ഓഫ് ദി ഫേമിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഈ കേസിൽ വാല്യൂ ഓഫ് ദി ഫേമിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഫേം ഏതൊരു ഡിസിഷൻ എടുത്താലും, ഫേം ഇപ്പോൾ ഡിവിഡൻഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഓർ ഫേമിൽ തന്നെ ഏൺ ചെയ്ത പ്രോഫിറ്റ് കംപ്ലീറ്റ്ലി റീറ്റെയിൻ ചെയ്യാനാണ് തീരുമാനിക്കുന്നതെങ്കിലും അത് വാല്യൂ ഓഫ് ദി ഫേമിനെ അഫക്റ്റ് ചെയ്യില്ല. വാല്യൂ ഓഫ് ദി ഫേം കോൺസ്റ്റൻ്റ് ആയിട്ട് സ്റ്റേ ചെയ്യുമെന്നാണ് നോർമൽ ഫേമിൻ്റെ കേസിൽ പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു സമ്മറി, ഈ 3 കേസസിൻ്റെ ഒരു സമ്മറിയാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. അതായത്
ഇഫ് ആർ ഇസ് ലെസ് ദാൻ കെ, അതായത് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാളും കുറവാണെങ്കിൽ ഡിക്ലൈനിങ് ഫേംസ് ആയിരിക്കും. ആ ഫേമിൻ്റെ കേസിൽ കൂടുതലായിട്ടും ഡിവിഡൻ്റായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ഏൺ ചെയ്ത പ്രോഫിറ്റ് കംപ്ലീറ്റ്ലി ഡിവിഡൻ്റായിട്ട് പേ ചെയ്യാനാണ് ഫേം നോക്കുക. സോ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 100% ആയിരിക്കും. ഫേമിൽ ഒന്നും തന്നെ റീറ്റെയിൻ ചെയ്യുന്നില്ല, സോ റിട്ടൻഷൻ റേഷ്യോ 0 ആയിരിക്കും. ഇഫ് ആർ ഇസ് ഗ്രേറ്റർ ദാൻ കെ, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാളും കൂടുതലാണെങ്കിൽ ഫേം ഏൺ ചെയ്ത പ്രോഫിറ്റ് കംപ്ലീറ്റ്ലി ഫേമിൽ തന്നെ റീറ്റെയിൻ ചെയ്യാനാണ് നോക്കുക. ആ ഫേമാണ് ഗ്രോത്ത് ഫേം. ഇപ്പോൾ ഡിവിഡൻഡ് ഒന്നും തന്നെ പേ ചെയ്യുന്നില്ല, സോ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ വിൽ ബി 0 ആൻഡ് റിട്ടൻഷൻ റേഷ്യോ വിൽ ബി 100%. ഇഫ് ആർ ഇസ് ഈക്വൽ ടു കെ, ആ ഫേം അതാണ് നോർമൽ ഫേം. അവിടെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോയും റിട്ടൻഷൻ റേഷ്യോയും നില്ലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വാൾട്ടേഴ്സ് അപ്രോച്ച് കുറച്ച് അസംഷൻസിൻ്റെ ബേസിലാണ്. സോ ആ അസംഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് അസംഷൻ, the investment of the firm are financed through retained earnings only and the firm does not use external sources of fund. അതായത് ഫേമിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് റീറ്റെയിൻഡ് ഏർണിങ്സ് മാത്രമാണ്. എക്സ്റ്റേണൽ സോഴ്സ്, അതായത് ഡെപ്റ്റ് ഒന്നും തന്നെ ഫേം ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യില്ല എന്നാണ് ഫസ്റ്റ് അസംഷൻ, വാൾട്ടേഴ്സ് അപ്രോച്ചിൻ്റെ ഫസ്റ്റ് അസംഷൻ പറയുന്നത്. സെക്കൻഡ് അസംഷൻ നോക്കാം. ദ ഫേംസ് റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് ആർ, ആൻഡ് ഇറ്റ്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കെ ആർ കോൺസ്റ്റൻറ്റ്. ആറും കെയും കോൺസ്റ്റൻ്റ് ആണ് എന്നാണ് സെക്കൻഡ് അസംഷൻ പറയുന്നത്. കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് സെക്കൻഡ് അസംഷൻ പറയുന്നത്. സോ തേർഡ് അസംഷൻ ഈസ് ഓൾ ഏർണിങ്സ് ആർ എയ്തർ ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻഡ് ഓർ റീഇൻവെസ്റ്റഡ് ഇൻറ്റേർണലി ഇമ്മീഡിയറ്റ്ലി. അതായത് ഫേം ഏൺ ചെയ്ത പ്രോഫിറ്റ് കംപ്ലീറ്റ്ലി ഒന്നിക്കൽ ഡിവിഡൻ്റായിട്ട് പേ ചെയ്യും, ഓർ എൽസ് അത് ഫേമിൽ തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് റീഇൻവെസ്റ്റ് ഓർ റിറ്റെയിൻ ചെയ്യും എന്നാണ് തേർഡ് അസംഷൻ പറയുന്നത്. ഫോർത്ത് അസംഷൻ, ഏർണിങ്സ് ആൻഡ് ഡിവിഡൻഡ് ഡു നോട്ട് ചേഞ്ച് വൈൽ ഡിറ്റർമിനിങ് ദ വാല്യൂ. ഫേമിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്ന ടൈമിൽ ഏർണിങ്സും ഡിവിഡൻറ്റും കോൺസ്റ്റൻ്റ് ആയിരിക്കും, ദേ വിൽ നോട്ട് ചേഞ്ച് എന്നാണ് ഫോർത്ത് അസംഷൻ പറയുന്നത്. ലാസ്റ്റ് അസംഷൻ, ദ ഫേം ഹാസ് എ വെരി ലോങ് ലൈഫ്, അതായത് ഫേമിന് വെരി ലോങ് ലൈഫ് പീരീഡ് ഉണ്ടെന്നാണ് ലാസ്റ്റ് അസംഷൻ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് വാൾട്ടേഴ്സ് ഫോർമുല, അതായത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യാനില്ല വാൾട്ടേഴ്സ് ഫോർമുല നോക്കാം. പി ഈക്വൽസ് ഡി പ്ലസ് ആർ ബൈ കെ ഇൻറ്റു ഇ മൈനസ് ഡി ഹോൾ ഡിവൈഡഡ് ബൈ കെ. ഇതാണ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് ഓർ പ്രൈസ് ഓഫ് ദി ഷെയർ കാണാനില്ല വാൾട്ടേഴ്സ് ഫോർമുല എന്ന് പറയുന്നത്. ഇവിടെ പി എന്ന് പറയുന്നത് എന്താണ്? പി എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ആണ്. ഡി ഡിവിഡൻഡ് പെർ ഷെയർ. ഇ സ്റ്റാൻഡ്സ് ഫോർ ഏർണിങ്സ് പെർ ഷെയർ. ആർ ഇസ് ഫേംസ് റേറ്റ് ഓഫ് റിട്ടേൺ. കെ ഇസ് ഫേംസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, നെക്സ്റ്റ് ക്രിറ്റിസിസം. ഈ വാൾട്ടേഴ്സ് അപ്രോച്ചിന് വാൾട്ടേഴ്സ് അപ്രോച്ചിൻ്റെ അസംഷൻസിന് സെർട്ടൈൻ ക്രിറ്റിസിസം എഗെയിൻസ്റ്റ് ആയിട്ട് സെർട്ടൈൻ ക്രിറ്റിസിസംസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് പ്രോബ്ലംസിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്രിറ്റിസിസം, ദ ബേസിസ് അസംഷൻ ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആർ ഫിനാൻസ്ഡ് ത്രൂ റീറ്റെയിൻഡ് ഏർണിങ്സ് ഓൺലി ഈസ് seldom true in the real world. Firm do raise funds by external financing for new investment. അതായത് ഫസ്റ്റ് അസംഷൻ നമ്മൾ പറഞ്ഞത് ഫേമിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് റീറ്റെയിൻഡ് ഏർണിങ്സ് മാത്രമാണ്. ഡെപ്റ്റ് എക്സ്റ്റേണൽ സോഴ്സസ് ഒന്നും ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേം യൂസ് ചെയ്യില്ല എന്നാണ് ഫസ്റ്റ് അസംഷൻ പറഞ്ഞത്. അതിനെതിരായിട്ടുള്ള ക്രിറ്റിസിസമാണ്. അത് റിയൽ വേൾഡിൽ സാധ്യമല്ല. ഫേംസ് ഡെപ്റ്റ് ഓർ എക്സ്റ്റേണൽ സോഴ്സസ് ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും എന്നാണ് ഫസ്റ്റ് ക്രിറ്റിസിസം. സെക്കൻഡ്, ദ ഫേംസ് റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് ആർ, ഡസ് നോട്ട് റിമെയിൻ കോൺസ്റ്റൻറ്റ്. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, വിത്ത് ഇൻക്രീസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓൾസോ ചേഞ്ചസ്. അതായത് ഫേമിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നൊരു അസംഷൻ പറഞ്ഞിരുന്നു. അത് ശരിയല്ല. ഇറ്റ് ഫ്ലക്ച്വേറ്റ്സ് ഓർ ഇറ്റ് ചേഞ്ചസ് എന്നാണ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്തോറും അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും എന്നാണ് സെക്കൻഡ് ക്രിറ്റിസിസം പറയുന്നത്. Next, the assumption that cost of capital remains constant does not hold good. As a firm's risk pattern does not remain constant, it is not proper to assume that K will always remain constant. അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കോൺസ്റ്റൻ്റ് ആയിട്ട് സ്റ്റേ ചെയ്യില്ല, അതും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നെക്സ്റ്റ് ക്രിറ്റിസിസം പറയുന്നത്. ഓക്കെ.